ആഷിക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു ജീപ്പ് വരുന്നത് കാണാനാകുന്നുണ്ട്. ഒരു താറാണത്, ഒരു 4x4 വാഹനമാണ് എന്നുള്ളത് ഉറപ്പാണ്. ആ വാഹനത്തിന് തന്നെ ആ വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലതവണ വാർത്തയാക്കിയതാണ് ആഷിക്ക്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ നേരിട്ട് ദുരന്തം ബാധിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളും. അതൊരു അപകട ഭീഷണി ഇല്ല എന്ന് വിദഗ്ധ സമിതി പഠനം നടത്തി അതിൻ്റെ തൊട്ടടുത്തുള്ള ചില പ്രദേശങ്ങളിലെ ആളുകൾ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഭക്ഷണവും വെള്ളം പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഈ ബെയിലി പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാം ഒറ്റപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അതുകൂടി ഈ പ്രതിഷേധത്തിന് കാരണമല്ലേ? അവർക്ക് പ്രധാനമായി ഉന്നയിക്കുന്നത്, ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച ആളും പറഞ്ഞത്, ഇവിടെ ഒരു കൃത്യമായ ഒരു പഠനം നടത്തണം. ആ പഠനം നടത്തി ഇവിടെ നിന്ന് ആളുകളെ കൃത്യമായി പ്രദേശത്ത് നിന്ന് മാറ്റി താമസിക്കണം. ഏതെങ്കിലും തരത്തിൽ ദുരന്ത മേഖല ഉരുൾപൊട്ടൽ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. കാരണം ഇതിന്റെ സമീപത്ത് തന്നെ കുറച്ചധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച വ്യക്തി തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവരുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട്? സുരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് ആളുകൾ താമസിക്കുന്നത്. ഈ പുഴ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിലവിൽ ഒഴുകുന്ന വഴിയിൽ ഒഴുകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഗതിമാറി ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ പേര് അത് ആശങ്കയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ചില വീടുകൾ കുഴികളിലുള്ള വീടുകളുണ്ട്, അപ്പോൾ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ സർക്കാർ പഠനം നടത്തിയിട്ട് അങ്ങനെ ആശങ്കയിലുള്ള ആളുകളെയും കൂടി ഒന്ന് ഈ മഴക്കാലത്തെങ്കിലും മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ചൂരൽമല ടൗണിനോട് ചേർന്ന് എത്ര ദൂരത്തിലായിരിക്കും വീടുകൾ ഉണ്ടാവുക? ഏകദേശം 1-2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ തന്നെയാണ് വീടുകളെല്ലാം ഉള്ളത്. നിലവിൽ അതൊരു ഭീഷണിയാണോ? ഭീഷണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു JCBയും കുറേ ഹെലികോപ്റ്ററും കൊണ്ടുവരണമെങ്കിൽ ബെറ്റർ ആണല്ലോ. നമുക്കൊരു അപകടം പറ്റുന്നതിന് മുമ്പ് അപകടം പറ്റും എന്നൊരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ദുരന്തത്തിന് നമ്മൾ അതിജീവിക്കുന്നത്. അതിനൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്കറിയാവുന്ന നേരത്തെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അതിന് തീവ്രത നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ഈ ചൂരൽമല ടൗണിലേക്ക് അടക്കം വെള്ളം കയറി, ചളിയടക്കം കയറി പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ വരെ എത്തുമെന്ന് ആളുകൾക്ക് ആർക്കും നിശ്ചയമില്ല. അതിനാൽ തന്നെ ഈ കൃത്യമായൊരു പഠനം നടത്തി ഈ സുരക്ഷിതമായുള്ള സ്ഥാനത്ത് ആളുകളെ മാറ്റണം. അതായത് ഈ പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളെ മാറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സമയപ്രദേശങ്ങളിലെല്ലാം ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും അത് ഉണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ തന്നെ ഈ പ്രദേശത്തുള്ളവരെ എല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നാണ് പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ വില്ലേജ് ഓഫീസർ എത്തിയ സമയത്താണ് വലിയ പ്രതിഷേധം കണ്ടത്. കാരണം വില്ലേജ് ഓഫീസറാണ് ഇവരുടെ ഇത്തരത്തിൽ ദിനപത്രടക്കം തടഞ്ഞതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിന് വാഹനത്തിൽ പോലും ഈ പ്രദേശത്ത് നിർത്താൻ ആളുകൾ സമ്മതിച്ചില്ല. വലിയ പ്രതിഷേധം ഉയർത്തിയാൽ തന്നെ വില്ലേജ് ഓഫീസർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവരെ നിയന്ത്രിച്ച് നിർത്തുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും നിസ്സഹായം നിൽക്കുന്ന ഒരു കാഴ്ച മാത്രമാണ്. കാരണം ഇവർക്ക് ദിനപത്രയും വാടകയും ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോലും നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ തഹസിൽദാരടക്കം ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ നേരത്തെ ഉന്നയിച്ച ഒരു കാര്യം, ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും പോലും വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ പോലും ഈ പ്രദേശത്തേക്ക് എത്തിയില്ലല്ലോ എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. അതിനാൽ തന്നെ ഒരു ഉച്ചയോട് കൂടിയെങ്കിലും തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാവുന്ന മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുള്ള പ്രദേശമാണ്. നിരവധി ആളുകൾ ഈ മേപ്പടി പ്രദേശത്ത് വാടകയ്ക്കടക്കം താമസിക്കുന്നുണ്ട്. പക്ഷേ അവർ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ വാടകയടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇവരുടെ പ്രതിഷേധത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. അതിലും പ്രധാനം അവർ ഉന്നയിക്കുന്നത്, വാടക നൽകിയില്ലെങ്കിൽ പോലും ദിനപത്തയായുള്ള 9,000 രൂപയെങ്കിലും ആ മാസം കൃത്യമായി നൽകണം. അത് തങ്ങൾക്ക് പലർക്കും ലഭിക്കുന്നില്ല. ആദ്യത്തെ 3 മാസം മാത്രമാണ് തങ്ങൾക്ക് നൽകിയത്, പിന്നീട് നൽകിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ, ഇവിടേക്ക് എത്തിയ ആളുകളടക്കം പറയുന്നത്. അതാണ് ഇവർ പ്രധാനമായും ഒരു പ്രതിഷേധത്തിലേക്ക് പോലും പോകാനുള്ള കാരണം. ഇപ്പോഴും ഇത്തരത്തിൽ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരടക്കം തർക്കിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനുള്ള എന്താണ് നിങ്ങളിപ്പോൾ നിലവിലൊരു സാഹചര്യം? ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ആളുകളെ കണ്ട് കടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വയലന്റ് ആകുന്നത് പിന്നെ തഹസിൽദാർ കണ്ടു പോയിട്ടുണ്ട്. തഹസിൽദാരോടും പിന്നെ വില്ലേജ് ഓഫീസറോടും ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അവിടെ പ്രശ്നങ്ങളാണ്, പണിക്കാരാണ്ട് വിടരുത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ അവിടെ റഡാറുണ്ട്, വെള്ളത്തിൽ റഡാർ. അങ്ങോട്ട് പോയിക്കോ. ആളുകൾ ഇപ്പോൾ വലിയ പ്രതിഷേധം, പോലീസ് ഉദ്യോഗസ്ഥരടക്കം തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിക്കയറി പ്രദേശത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ പ്രദേശത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം തള്ളിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നു. അതിന്
പ്രധാന കാരണം ഈ ദിവസവേതനമടക്കം നൽകാതെ ഇവരെ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലാക്കിയതാണ്. അതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ഒരു പോലീസുമായി ഒരു വാക്കുതർക്കത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തർക്കം ഇപ്പോൾ ചെറിയൊരു വാക്കുതർക്കത്തിലേക്ക് മുണ്ടും തള്ളിലേക്ക് നടത്തി നീങ്ങുന്നു. ദുരന്തബാധിതരാണ് പൂർണ്ണമായും എല്ലാവരും. സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരാണ് പോലീസുമായുള്ള വലിയൊരു വാക്കുതർക്കത്തിലേക്ക് പോവുകയും അതൊരു ചെറിയൊരു പോലീസുമായുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരാളെയും ഡെയിൽപ്പാലത്തിന് അപ്പുറത്തേക്ക് കടത്തിവിടായില്ല എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ സുരക്ഷ തന്നെയാണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. അതിനാൽ തന്നെ ആരെയും അപ്പുറത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ കൃത്യം തഹസിൽദാർ ഇപ്പോൾ അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പുറത്ത് കടത്തിവിടാൻ പാടില്ല. ഞങ്ങളൊക്കെ ഇപ്പുറത്താക്കിയല്ലേ, പിന്നെ എന്തിനാ അവരങ്ങോട്ട് കടത്തിവിടുന്നത്? അങ്ങോട്ട് കടത്തിവിടാൻ പാടില്ലല്ലോ, അവരിവിടെ തടയണ്ടല്ലേ. തഹസിൽദാർ അപ്പുറത്തേക്ക് പോകുമ്പോൾ തങ്ങളെ എന്തുകൊണ്ട് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും ചോദിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാർ ദുരന്തബാധിതർ എല്ലാവരും അപ്പുറത്തേക്ക് പോലീസിന്റെ ആ ഒരു മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു. പോലീസ് വലിയ രീതിയിൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ മറുഭാഗത്തേക്ക് ഓരോരുത്തരായി കടന്നു പോകുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് വരുന്നത്. പോലീസിന് പോലും അതിൽ അവരെ തടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ്. സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്, അവരെല്ലാം തടയുന്ന ഒരു സാഹചര്യം നീങ്ങുന്നുണ്ട്. എന്തായാലും വലിയ സംഘർഷമാകുന്ന ഒരു തരത്തിലേക്ക് സാഹചര്യം നീങ്ങുന്നു. എന്തായാലും തഹസിൽദാർ അടക്കം കടന്നുപോയിട്ടും തങ്ങളെ ഇപ്പുറത്തേക്ക് കടത്തിവിടാത്ത എന്തെന്നാണ് ദുരന്തബാധിതരടക്കം ചോദിക്കുന്നത്. ഇവരെപ്പോൾ പോലീസിന്റെ ആ ഒരു പ്രതിരോധം തന്നെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. മുദ്രാവാക്യം അടക്കം വഹിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം ചൂരൽമല ബെയിലി പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ദുരന്തബാധിതരാണ് പൂർണ്ണമായും. തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, ഇവരെല്ലാവരും കൂടിയാണ് വലിയൊരു പ്രതിഷേധം നടത്തുന്നത്. ഇവിടെ പിന്നിലെ ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിലേക്ക് പോയി. സേഫായ ഭാഗത്തേക്കാ പോകുന്നേ. മത്തായി കുറ്റിയടിച്ച് സേഫായ ഭാഗമാണ് അട്ടമല, അങ്ങോട്ടാ പോകുന്നേ. റാട്ടപ്പാടി മത്തായിയുടെ കുറ്റിയടിച്ച് സേഫായ ഭാഗ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ എന്തിനാ തടയുന്നത്? എന്നാൽ മത്തായിയോട് വന്നിട്ട് ആ സേഫ് ഭാഗം മാറ്റി കുറ്റിയടിക്കാൻ പറ. അതാ നമ്മൾ ചോദിക്കുന്നേ. അതെ, നമുക്ക് നാട്ടിൽ പോണ്ടേ? അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ ജോൺ മത്തായി വന്നിട്ട് കുറ്റി അടിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വാസയോഗ്യാണ്, നിങ്ങൾ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞ ാണ് പോകുന്നത്. അതിനെന്താണ് ഇവർ തടയുന്നത്? അതാ നമ്മൾ ചോദിക്കാത്തത്. അങ്ങനെയാണ് ജോൺ മത്തായിനെ റീവാലുവേഷൻ ചെയ്യാൻ പറ. വന്നിട്ട് രണ്ടാം പ്രാവശ്യം അടന്നിട്ട് തിട്ടപ്പെടുത്താൻ പറ. റോഡ് പോയി ഇന്നലെ ഹിയറിംഗിൽ വെച്ച് എന്താ പറഞ്ഞതെന്നറിയോ? അവിടെ പോയി താമസിക്കാൻ ഇപ്പോൾ വഴിയില്ല. ഇന്ന് രാവിലെ പോയി. ആളുകൾ അവിടെ കടന്നു വരുന്നുണ്ട്, അവിടെ കുടുങ്ങിയ ആളുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഒരു 10-20 ആളെ ജീവൻ പോണ്ടതല്ലേ? ഈ സമയത്ത് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നോ? അവരെപ്പോഴവിടെ എത്തിയത് നിങ്ങൾ കണ്ടതല്ലേ?